ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമ്മൾ ഒബ്രോൺ മാളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഓണത്തിൻ്റെ വലിയൊരു ആർച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒബ്രോണം എന്നൊക്കെ പറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കയറുമ്പോൾ തന്നെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചങ്ങോട്ട് നടക്കുമ്പോഴേക്കും ഒബ്രോണം ഒരുമിച്ച് ഓണം എന്ന് പറഞ്ഞ് വലിയൊരു പൂക്കളമൊക്കെ അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ച് നല്ല ഭംഗി തന്നെ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ സെൻട്രലായിട്ട് മാവേലി ഊഞ്ഞാലിരുന്ന് ആടുന്ന ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുൾ ഇവർ പൂക്കളൊക്കെ വെച്ച് നല്ലപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ ഒബ്രോൺ മാളിൽ വരാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ അവിടെ ഇൻഡോർ ഗാർഡൻ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇൻഡോർ ഗാർഡൻ ഫെസ്റ്റ് ഒബ്രോൺ മാളിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ് 1 മുതൽ 10 വരെ ഈ ഒരു ഫെസ്റ്റ് ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ വെറൈറ്റി ആയിട്ട് ചെടികളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെസ്റ്റിലേക്ക് വന്നാൽ മതി. വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഈ ഗ്രീൻ പ്ലാന്റ്സിൻ്റെ ഇലകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചറിയാം, നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. ഈ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കുറേ കളക്ഷൻസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. ഇങ്ങനെ ചെടികളൊക്കെ ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബാണ്. അപ്പോൾ ഓഗസ്റ്റ് 10 വരെ ഈ ഒരു ഗാർഡൻ ഫെസ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വന്ന് കാണാനും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് മേടിക്കാനും സാധിക്കും. ഹാങ് ചെയ്തിടാൻ പറ്റിയ ചെടികളുടെ കളക്ഷൻസും ഇവിടെ കുറേ അധികം ഉണ്ടായിരുന്നു. ചെടികൾ മാത്രമല്ല, നമുക്ക് ചെടികൾക്ക് ആവശ്യമായ പോട്ടുകൾ, പല വെറൈറ്റി ആയിട്ടുള്ള പോട്ട്സും ഇവിടെ അവൈലബിൾ ആയിരുന്നു. ഈ കാണുന്ന ഐറ്റംസ് നമുക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പോട്ടുകളിലൊക്കെ ചെടികളൊക്കെ നമ്മൾ വീട്ടിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ക്ലാസ് ലുക്കായിരിക്കും കാണാൻ തന്നെ. പിന്നെ കുറച്ച് ബോട്ടിൽ ആർട്സിൻ്റെ ഒരു സെക്ഷനും ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് ബോട്ടിൽസൊക്കെ ഇതേപോലെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും ഉള്ളിൽ തന്നെ നമുക്ക് ചെടികളൊക്കെ അലങ്കരിച്ച് വെക്കാൻ പറ്റിയ നല്ല യുണീക്ക് ആയിട്ടുള്ള ഒരു പോട്ടായിരുന്നു ഇത്. അതുപോലെ തന്നെ കുട്ടി കുട്ടി പോട്ട്സും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പല പല കളറിലും പല ഡിസൈൻസിലൊക്കെ ആയിട്ട്. ഒപ്പം തന്നെ കുറച്ച് ഫിഷ് ടാങ്ക്സ്, കുഞ്ഞു കുഞ്ഞു ഫിഷ് ടാങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിലിത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്, ഫിഷും കുറച്ച് ചെടികളും ഒക്കെ ആയിട്ട്. ഒരു സെക്ഷനിൽ ഇതേപോലെ ഓർക്കിഡിന്റെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. വീണ്ടും ഇതേപോലെ കുറച്ച് പോട്ട്സിന്റെ വെറൈറ്റി ആയിട്ടുള്ള പോട്ട്സിന്റെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. കുട്ടി കുട്ടി ചെടികളൊക്കെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊന്ന് വീഡിയോ ഒക്കെ എടുത്തു വെച്ചത്. ചെടികൾ മാത്രമല്ല, നമ്മൾ വീട്ടിലെ ചെടികളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ട ബാക്കി എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. ചെടികൾക്ക് വേണ്ടിയുള്ള വളം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പൂക്കളുടെ വിത്തുകൾ പാക്കറ്റിലാക്കി ഇതേപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും സെൻട്രൽ പോർഷനിലായിട്ട് ചെടികളുടെ വലിയൊരു കളക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ ഹാങ് ചെയ്തിടുന്ന കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു രീതിയിൽ ക്ലോത്ത് വെച്ച് കവർ ചെയ്ത് നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. ഈ ഒരു സെക്ഷൻ കൂടുതലും അവർ ഹാങ് ചെയ്തിടുന്ന ചെടികളായിരുന്നു ഇവിടെ സെറ്റ് ചെയ്തിരുന്നത്. ഇതൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ചെടികളുടെ കളക്ഷൻസ്. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം തന്നെ കാണാനായിട്ട്. 30+ എക്സോട്ടിക് ഇൻഡോർ പ്ലാന്റ്സിന്റെ സെക്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എൽസിയൻ ഗാർഡൻസ് എന്ന് പറഞ്ഞൊരു ടീമാണ്. അവരുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഈ ഒരു പോസ്റ്ററിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓഗസ്റ്റ് 10 വരെ ഈ ഒരു ഗാർഡൻ ഫെസ്റ്റ് ഉണ്ട്. അപ്പോൾ കാണണമെന്നും അതുപോലെ തന്നെ ചെടികളൊക്കെ മേടിക്കണമെന്നും ആഗ്രഹമുള്ളവർ നേരെ ഒബ്രോൺ മാളിലേക്ക് വന്നാൽ മതി. ഗാർഡൻ ഫെസ്റ്റിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാനായിട്ട്. നല്ല രീതിയിൽ തന്നെ ഇവരിത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.
മുകളിൽ നിന്ന് നോക്കുമ്പോഴേക്കും മാവേലിയും കുട്ടികളൊക്കെ ഊഞ്ഞാലാടുന്നൊരു സ്റ്റില്ല് നമുക്ക് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.